അപ്പോൾ ഞാനിത് വളരെ സന്തോഷപൂർവ്വം ഇനിയും നല്ല വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജനങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും അത് നിറവേറ്റാൻ എൻ്റെ ഈ ഒരു ഇതുകൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചേൽപ്പിക്കുകയാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് തിരിച്ചേൽപ്പിക്കുന്നത്. പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ ഭംഗിയായി ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു പരീക്ഷയുടെ ഭാഗം. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ വാർഡിൽ കേന്ദ്രീകരിച്ച് ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊരാശയത്തിലാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വോട്ട് കൃത്യമായി പ്രവചിക്കുന്നവർക്ക് ഞാൻ 3 ടൈം വാർഡ് രൂപീകരിച്ചപ്പോൾ തൊട്ട് 2010, 15, 20 3 ടൈമിലുള്ള വോട്ട് നില കൃത്യമായി അതിലിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2025 കൃത്യമായി വോട്ട് പ്രവചിക്കുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് FBയിൽ ഏകദേശം 1600 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ 400ഓളം കമൻറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2200ഓളം ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് വോട്ടാരും പ്രവചിച്ചിട്ടില്ല. എന്നാലും ഫുള്ളി ആ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ രാത്രി മൂപ്പര് 219 ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 219 ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു വാക്കുണ്ടല്ലോ, അത് പാലിക്കണമെന്ന് തോന്നി. അപ്പോൾ മൂപ്പര് തിരുവാലത്തൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഞാനത് ചെറിയൊരു എന്നാലാകുന്ന ഒരു ചെറിയ ഒരു കോയിൻ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച എൻ്റെ വോട്ടർമാർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിലും വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അവരിൽ ഒരാളായിട്ട് ഇത്രകാലം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിലും ഊർജിതമായി അവരിൽ ഒരാളായിട്ട് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും. തീർച്ചയായും കൊടുവ് പഞ്ചായത്ത് നമുക്കെല്ലാം അറിയാം, ഒരു വാർഡ് പോലും ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടിന്ന് 3 വാർഡുകളിൽ 3 വാർഡ് പിടിച്ചെടുക്കുകയും CPMൻ്റെ 5 വാർഡുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനമാണ്. 2 വാർഡിൽ 8 വോട്ടിനും ബാക്കിയുള്ള 3 വാർഡുകൾ നിസ്സാര വോട്ടിനുമാണ് പോയത്, പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഞങ്ങൾ 0-ൽ നിന്നും ഭരണത്തിലേക്ക് എത്തേണ്ട പഞ്ചായത്തായിരുന്നു. അതും ചെറിയ നിരാശയുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അടുത്ത പ്രാവശ്യം ഭരണത്തിലേക്ക് തന്നെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, സ്വാഭാവികമായിട്ടും എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പ്രചരിക്കാൻ പറ്റും? അല്ല, ഇതിലൊരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനൊരു പട്ടാളക്കാരനാണ്. ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ്. ഞാനൊരു പട്ടാളക്കാരനാണ്. ഇപ്പോൾ 1 മാസത്തെ ലീവിന് വന്നതായിരുന്നു. എൻ്റെ വീട് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം ഉണ്ടല്ലോ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു അമ്പലമാണ് അവിടെ. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക്കിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ചിന്താഗതിയോടും നമുക്ക് നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു യുവാവ് ഒരുപാട് സമരങ്ങൾ കുടുംബ പഞ്ചായത്തിൽ, അതുപോലെ തന്നെ അവരെ കൊണ്ട് കയ്യിൽ നിന്നെടുത്ത് ചെയ്യുന്ന ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ദേശീയ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രവചിക്കാൻ തോന്നി. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, അത് ശരിയായി. അപ്പോൾ ഞാനിത് വളരെ സന്തോഷപൂർവ്വം ഇനിയും നല്ല വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജനങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും അത് നിറവേറ്റാൻ എൻ്റെ ഈ ഒരു ഇതുകൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചേൽപ്പിക്കുകയാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് തിരിച്ചേൽപ്പിക്കുന്നത്. പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ ഭംഗിയായി ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു പരീക്ഷയുടെ ഭാഗം.